പോവുക, ക്ലാസ് കഴിഞ്ഞ് വരാം, കളിക്കാൻ പോവുക. അടുത്ത സ്റ്റേജ് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇത് നന്നായിട്ട് പെർഫോം ചെയ്താൽ നമുക്ക് കേരള ടീം അങ്ങനെയൊക്കെ തന്നെ. സത്യം പറഞ്ഞാൽ ബിഡ് വരുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. ഞാൻ NSK നമ്മൾ സെമി തോറ്റതിന് ശേഷം ഞാൻ സൗദിയിൽ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ ഇരുന്ന് സംഭവം ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു കോള് 1 or 2 നമുക്ക് ഒരു ടീമിൽ ഇന്നാവാന്നുള്ളത് തന്നെ വലിയൊരു പ്രതീക്ഷയായിരുന്നു. പിന്നെ ഇത്രയും ഒരു വിലക്ക് പോയത് തന്നെ അൽഹംദുലില്ലാഹ് വലിയ കിട്ടലാണ്. കഴിഞ്ഞ പോലെ നമ്മൾ NSKൻ്റെ സെലക്ഷൻ മാച്ച് ഒക്കെ പാസ്സായി. അപ്പം അവിടെ യോയോ ടെസ്റ്റ് നടത്തിയിരുന്നു. അപ്പം അതിൽ പറഞ്ഞ ഒരു പോയിന്റ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ നമ്മൾ ഔട്ടായി. ഈ പ്രാവശ്യം പിന്നെ അങ്ങനെ ഒരു സംഗതി ഇല്ലായിരുന്നു. അപ്പം മാക്സിമം നമ്മൾ കളിച്ചു, അതിൽ പെർഫോം ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഇപ്പം ഈ ഒരു ടൂർണമെൻറ്റിൽ വന്നത്. ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് ഫസ്റ്റ് ടൈമാണ് കളിക്കാൻ പോകുന്നതും. പിന്നെ ഒരുപാട് സീനിയേഴ്സും അതുപോലെ യങ്സ്റ്റേഴ്സുള്ള ഒരു ടീമാണ് തൃശ്ശൂർ ടൈറ്റൻസ്. അപ്പോൾ അതിലൊരു പാർട്ടാകാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. അതിന് ടീം മാനേജ്മെൻറ്റും എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കും. ക്രിക്കറ്റിലേക്ക് വന്നതും ചെറുപ്പം മുതലേ നോർമലി നമ്മൾ നാട്ടിൽ കളിക്കുന്ന മാതിരി പറമ്പിലൊക്കെ അങ്ങനത്തെ ഒരു കളി തന്നെയാണ്. പക്ഷേ ഈ ഹാർഡ് ബോളിലേക്ക് അങ്ങനെ സ്ഥിരമായിട്ട് കളിക്കലൊന്നുമില്ല. ഫസ്റ്റ് ടൈം കളിക്കുന്നത് തന്നെ ഒരു 2017-18 തോന്നുന്നു. ലെതർ ബോൾ ഞാനൊരു A ഡിവിഷൻ കളിക്കുന്നത്. ഫസ്റ്റ് ടൈം തന്നെ കളിക്കുന്നതും ഒരു A ഡിവിഷനാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ കളിച്ചുകൊണ്ടിരുന്നത് ഒരു സ്പിന്നറായിട്ടായിരുന്നു. ഈ ലാസ്റ്റ് NSK ട്രോഫിയിലാണ് ഞാനൊരു പേസ് ബോളറായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നോർമലി നമ്മൾ ഹാർഡ് ബോളിലൊക്കെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പേസ് ബോളറാണ്. പിന്നെ നമ്മളെ അവിടുത്തെ പിച്ച് 45 ഓവറിൻ്റെ മാച്ച് ആയതുകൊണ്ടും പിന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ഇല്ലാത്തതുകൊണ്ടും അവിടെ അങ്ങനെ നന്നായിട്ട് എറിയാൻ പറ്റി. അങ്ങനെ ഈ സീസണിലൊന്ന് ചേഞ്ച് ചെയ്തതാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റം തന്നെയാണ്. നമ്മൾ മെയിനായിട്ട് നമ്മൾ അതിൽ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നൊരു സംഗതിയാണ്. നമ്മൾ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഹാർഡ് ടെന്നീസിലാണ്. അപ്പം ആ ഒരു ഇതിൽ നമ്മൾ ബ്ലോക്കിൽ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്ന സംഗതി ഇവിടെ ഒന്ന് പ്രയോജനമാവുമെന്ന് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് സ്പിന്നിൽ മാറാനുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം നമ്മളെ NSKൻ്റെ പ്രാക്ടീസായാലും എല്ലാ മാച്ചിനും സ്പിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ ഒരു ടൂർണമെൻറ്റിൽ വന്നപ്പോഴാണ് ഫസ്റ്റ് ടൈം ഒരു പേസ് ബോളറായിട്ട് എറിയുന്നത്. അത് നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സാധനമായപ്പോൾ ഒന്നും കൂടി നമുക്ക് ചെയ്യാൻ പറ്റി. ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ ക്ലാസ്സിലും പോവുക, ക്ലാസ് കഴിഞ്ഞ് വരാം, കളിക്കാൻ പോവുക, എല്ലാവരും ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി തന്നെയായിരുന്നു. പിന്നെ ഇപ്പം അതിലൊന്നും കൂടി ഓപ്പർച്യൂണിറ്റി ആയപ്പോൾ പിന്നെ മാക്സിമം അതിൽ തന്നെ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ജനിച്ച് വളർന്നത് താന്നൂർ എന്ന സ്ഥലത്താണ്. പക്ഷെ ഇപ്പം പരപ്പനങ്ങാടി എന്ന സ്ഥലത്താണ് ഇങ്ങനെ കളിക്കുന്നതും. അവിടെ നിന്നാണ് ഒന്നും കൂടി ഒരു ബേസായി വന്നത്. കളിച്ച് നടക്കുമ്പോൾ എന്താ സംഗതി എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇപ്പം നമ്മൾ അവിടെ മറ്റേ ഹാർഡ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കുള്ളൊരു സംഗതി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കൊന്നും കൂടുതലായിട്ട് പറയാനില്ല. അങ്ങനെ പോകുന്നു. ക്രിക്കറ്റ് സീരിയസ് ആയിട്ടെന്ന് വെച്ചാൽ ഇപ്പം ഇതേമാതിരി ഇപ്പോൾ KCL ഫസ്റ്റ് സീസൺ വന്നു. അതിൽ നമ്മളെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നൊരു ഇത് കൊടുത്തിരുന്നു, ഒരു 19 പ്ലേയേഴ്സിൻ്റെ സ്ക്വാഡ്. അതിൽ നിന്ന് അവർ ഒരു 10-12 പ്ലേയേഴ്സ് സെലക്ട് ചെയ്തു. പക്ഷെ നമ്മൾ നോർമലി അത് കളിക്കാത്തതുകൊണ്ടൊരു ഓൾ കേരള ടൂർണമെൻറ്റ്സ് ഒന്നും കളിക്കാറില്ല. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ആ സമയത്തൊക്കെ ഒന്ന് ഔട്ടായി മാറിയത്. ഇപ്പം NSK കളിച്ച് പെർഫോം ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു KCL സെലക്ഷൻ കിട്ടിയത്. എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. ബട്ട് ഈ NSK അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എറിഞ്ഞപ്പോഴാണ് നമുക്കും ഒരു ഇത് വന്നിരുന്നത്. ടീമിനെ സത്യം പറഞ്ഞാൽ 20 പ്ലേയേഴ്സ് പറഞ്ഞൊരു സ്ക്വാഡാണ്. അതിൽ തന്നെ ഒരുപാട് സീനിയേഴ്സും ഉണ്ട്. ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന യങ്സ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ അതിലൊരു പാർട്ടാവാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നമ്മൾ ഇതിൽ വരുമ്പം നമ്മൾ ഫിസിക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടി വരും. നമ്മൾ മറ്റേത് ഓടിക്കളിക്കുന്ന പോലെയല്ല ഇവിടെ കളിക്കുന്നത്. കാരണം അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റേജ് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇത് നന്നായിട്ട് പെർഫോം ചെയ്താൽ നമുക്ക് കേരള ടീം അങ്ങനെയൊക്കെ തന്നെ. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളെ പാർട്ട് എന്ന് വെച്ചാൽ ഡെത്ത് ഓവർ എറിയാന്നുള്ള ആ ഒരു സംഗതിയാണ്. അതിൽ മാക്സിമം നമ്മൾ ബൗണ്ടറീസ് ഇല്ലാണ്ട് എറിഞ്ഞു കൊടുക്കുക എന്ന ആ ഒരു സംഗതി.